ഇതിൻ്റെ കാലിന് തന്നെ നല്ല വലുപ്പമുണ്ട്. ആ കാണുന്ന മന്ദിരത്തിലാണ് സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമയെല്ലാം ഉള്ളത്. ഈ ഭാഗത്താണ് ത്രിവേണി സംഗമം. ഇവിടെ നിന്നും വീൽ ചെയർ എല്ലാം കിട്ടുവേ. ശംഖിൽ നല്ല ചിത്രമെല്ലാം വരച്ച് വെച്ചേക്കുന്നത് കണ്ടോ. കന്യാകുമാരിയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പോകുന്നത് വിവേകാനന്ദ റോക്സും തിരുവള്ളുവർ സ്റ്റാച്ചുകൾ ആ പാറയിലോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് 8 മണി തൊട്ട് 4 മണി വരെയാണ് അവിടെയുള്ള സമയം. അപ്പോൾ ഇവിടുന്ന് ബോട്ട് കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി. അപ്പോൾ രാവിലെ സൺറൈസ് എല്ലാം പോയി കണ്ടിരുന്നു കേട്ടോ. 6:50 സൺറൈസ്. പല ഭാഗത്തുമായിട്ട് പല ആൾക്കാരാട്ടോ സൺറൈസ് കാണാൻ വന്നിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഫോണെല്ലാം പിടിച്ചിട്ട് സൂര്യോദയത്തിന് കാത്തിരിക്കുകയാണ് കേട്ടോ. 6:33 സൺറൈസ് ടൈം ഗൂഗിളിൽ കാണിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ഭാഗത്തും ഒരുപാട് ആൾക്കാരാണ് കേട്ടോ. ആ ഭാഗത്തെല്ലാം കണ്ടില്ലേ, തിങ്ങി നിൽക്കുന്നില്ല ആൾക്കാർ. രാവിലെ ചായക്കച്ചവടം എല്ലാം ഉണ്ട്. ഇപ്പോൾ സൂര്യൻ ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ ഈ സൈഡിൽ തന്നെ നിന്നുകൊണ്ട് പാറയുടെ നടുവിലായിട്ട് നമുക്കത് കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ. ഈ ഭാഗത്തെല്ലാം ഉണ്ട് ആൾക്കാർ മതിലിലെല്ലാം കയറി നിൽക്കുന്നു. എല്ലാവരും ഫോണെല്ലാം പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുവാണ്. ഏകദേശം നല്ല വെളിച്ചം വരാൻ തുടങ്ങി കേട്ടോ. സൂര്യൻ നല്ലപോലെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഭഗവതി അമ്മൻ ടെമ്പിളിൻ്റെ മതിലാണ് കേട്ടത്. നല്ല വൈറ്റും റെഡും കളറിലെല്ലാം പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരായിട്ടത് ചുറ്റും കൂടി നിൽക്കുന്നത്. നല്ല പോലെ തെളിഞ്ഞു തുടങ്ങി കേട്ടോ. നല്ല വെട്ടമുണ്ട്. ഇപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇന്നലെ റൂം എടുത്ത ബിൽഡിങ്ങിൻ്റെ ബാൽക്കണിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല ഒരു കിടിലം വ്യൂ ആണ്. ഇവിടുന്ന് നമുക്ക് ആ വിവേകാനന്ദ റോക്സ് ഒക്കെ കാണാൻ പറ്റുന്നത്. 27 ഡിഗ്രി ആട്ടെ ഇവിടുത്തെ വെതർ. അന്നേരം ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. പ്ലെയിൻ ദോശയാണ് കഴിച്ചത്. 60 രൂപയായിരുന്നു കേട്ടോ റേറ്റ്. ഇത് കണ്ടോ, വിവേകാനന്ദ റോക്കിലോട്ട് കയറാൻ നിൽക്കുന്ന ക്യൂ ആണ് ഇത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ആർച്ചെല്ലാം വെച്ചേക്കുന്നുണ്ട്. കന്യാകുമാരി ഫെറി സർവീസ്. ഓൺലൈൻ ബുക്കിംഗ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പുറത്തെ സൈഡിലെ ക്യൂ നോർമൽ ടിക്കറ്റാണ്. 100 രൂപയാണ് നോർമൽ ടിക്കറ്റിന്. ഞാൻ നിൽക്കുന്നത് സ്പെഷ്യൽ ക്യൂവിലാണ്. 300 രൂപയാണ് ചാർജ്. ഇവിടെ ബോർഡെല്ലാം വെച്ചേക്കുന്നു. പൂമ്പുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നെല്ലാം പറഞ്ഞു. ടിക്കറ്റിൻ്റെ ചാർജെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് 300 രൂപ കേട്ടോ. ഇതൊരു ബോട്ട് ആളെല്ലാം കൊണ്ട് വന്നിട്ടുണ്ട്. അകത്തോട്ട് കയറിയാലും കുറച്ച് നേരം ക്യൂ നിൽക്കണം, അത്രയ്ക്കും ആൾക്കാരുണ്ട്. അങ്ങനെ ഫൈനലി ബോട്ടിൽ കയറി. എല്ലാവരും ജാക്കറ്റെല്ലാം ഇട്ടിരിക്കുവാണ്. എണീറ്റ് നിന്നുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതേ ബിൽഡിങ്ങുകളെല്ലാം നിൽക്കുന്നുണ്ടല്ലേ കര സൈഡിൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചർച്ചെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. അപ്പോൾ ജാക്കറ്റെല്ലാം ഇതിൽ തന്നെ ഇടണേ. അപ്പോൾ തിരിച്ചു പോകുന്നവർ ഇത് ഇട്ടിട്ട് വേണം ഇനി കയറാൻ. എവിടെയും ഒരു എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. 30 രൂപ ടിക്കറ്റ് എടുക്കണം. ചെരുപ്പെല്ലാം നമുക്ക് ഇവിടെ വെക്കാം, പൈസയൊന്നും കൊടുക്കണ്ട. നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നല്ല കാറ്റും ഉണ്ട്. ഇവിടെ ഒരു സൺ ക്ലോക്കെല്ലാം ഉണ്ട്. ടൈലെല്ലാം ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ധ്യാന മണ്ഡപം, സഭാ മണ്ഡപം, ശ്രീപാദ മണ്ഡപം, സ്വാമി വിവേകാനന്ദ പ്രതിമ എന്നിങ്ങനെയുള്ള 4 പ്രധാന സവിശേഷതകളാണ് ഈ ഒരു സൈഡിലെ പാറയിലുള്ളത്. ഇതിൻ്റെ അകത്ത് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതിൻ്റെ ഭിത്തിയും ജനലെല്ലാം കണ്ടില്ലേ, നല്ലൊരു കൺസ്ട്രക്ഷൻ വർക്കാണ് നടത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ബുക്ക് സ്റ്റാളെല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ബുക്കെല്ലാം മേടിക്കാൻ പറ്റും കേട്ടോ. ബുക്ക് സ്റ്റാൾ 1, ബുക്ക് സ്റ്റാൾ 2 എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ബുക്ക് സ്റ്റാൾ 5 വരെ ഉണ്ട് കേട്ടോ. ഇതെവിടെ റെയിൻ വാട്ടർ റിസർവിയർ എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മഴവെള്ളം എല്ലാം ശേഖരിക്കുന്ന കുളമാണിത്.
ഇവിടുത്തെ ആവശ്യങ്ങൾക്കെല്ലാം ഈ വെള്ളമായിരിക്കും കേട്ടോ എടുക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ടൊന്നും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം. അപ്പോൾ ഇതാണ് ദേവി പാർവതിയുടെ കാൽപാദം പതിഞ്ഞ ശ്രീപാദ മണ്ഡപം. അപ്പോൾ ഇനി നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാൻ പോവാന്നേ. എൻട്രൻസ് നല്ല എഴുതി വെച്ചേക്കുന്നു. ഇങ്ങോട്ട് പ്രത്യേകം ടിക്കറ്റൊന്നും ഇല്ല കേട്ടോ. ചുവന്ന കാർപ്പറ്റെല്ലാം വിരിച്ചിട്ടുണ്ട്. ഈ സൈഡിലൊരു ആനയുടെ പ്രതിമ എല്ലാം ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്തോ വർക്കെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് മെല്ലെ ഇതിലോട്ടങ്ങ് കയറാം. ചെറിയൊരു പേടിയുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനെല്ലാം. ആൾക്കാരെല്ലാം നിൽക്കുന്നു നടക്കുന്നെല്ലാം ഉണ്ട്. ഇതിൻ്റെ പുറത്ത് ഇരിക്കാൻ പാടില്ലെന്ന് ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല വലിയ പാറക്കല്ലുകളും വെള്ളമെല്ലാം കാണാൻ കേട്ടോ നമുക്ക് ഇതിന് താഴെ. അന്നേരം തന്നെ പേടിയാവും ഇതെല്ലാം കാണുമ്പോൾ. 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പാലമാണ് ഇത്. പണി നടക്കുന്നത് കൊണ്ട് പകുതി ഭാഗം മൂടിയിട്ടേക്കാണ് കേട്ടോ. ഈ ഗ്ലാസ്സിൽ നിന്നുകൊണ്ട് തിരുവള്ളുവർ സ്റ്റാച്ചുകളും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ആളുകളെല്ലാം നിന്ന് ഫോട്ടോ എടുക്കുന്നു. നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. കുറച്ച് സ്റ്റെപ്പെല്ലാം കയറിയിട്ട് വേണം തിരുവള്ളുവർ സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്താൻ വേണ്ടി. ഈ ജനലിലൂടെ നോക്കുമ്പോൾ കണ്ടോ, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇന്നാണെങ്കിൽ കുറച്ച് തിരക്കും ഉണ്ട് ഇവിടെ. വടിയും കുത്തിപ്പിടിച്ചൊരു അപ്പാപ്പൻ കയറുന്നുണ്ടല്ലേ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇപ്പോൾ 2024 ഡിസംബറിനാണ് കേട്ടോ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇനാഗുറേഷൻ ചെയ്തത്. ഇപ്പോഴും ചെറിയ മെയിൻ്റനൻസ് പണിയെല്ലാം നടക്കുന്നുണ്ട്. ഇത് കാലന്നെ കണ്ടോ എന്തൊരു വലുപ്പം ഉണ്ടെന്നറിയും. പ്രശസ്തനായ തമിഴ് കവിയാണ് കേട്ടോ തിരുവള്ളുവർ. തിരുവള്ളുവറിൻ്റെ ഈ സ്റ്റാറ്റുവിന് 133 അടി നീളമാണ് ഉള്ളത്. ഇതേ രാവിലെ സൺറൈസ് എല്ലാം കണ്ടത് ആ സ്ഥലത്ത് നിന്നായിരുന്നു കേട്ടോ. ഇത് ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അമ്പലത്തിൻ്റെ ഭാഗമെല്ലാം കാണാം. ഇവിടെ ഇൻസ്റ്റൻറ്റ് ഫോട്ടോ എല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. 200 രൂപയാണ് ചാർജ് എഴുതി വച്ചേക്കുന്നത്. ഈ പ്രതിമക്ക് താഴെ പീഠത്തിനകത്ത് തമിഴിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഡ്രിങ്കിങ് വാട്ടർ എല്ലാം ഉണ്ട്. എന്ത് ടിക്കറ്റ് എടുത്ത് വന്നാലും തിരിച്ചു പോകാൻ നമുക്ക് ഈ ഒറ്റ വരിയേ ഉള്ളൂ കേട്ടോ. എല്ലാ ആൾക്കാരും ഈ ഒറ്റ വരിയിൽ നിന്നിട്ട് വേണം തിരിച്ച് കയറി പോകാൻ. നല്ല തിരക്കുണ്ട് കേട്ടോ. തിരിച്ചിറങ്ങി വന്നപ്പോൾ രാവിലെ ക്യൂ നിന്നെടുത്ത് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് ഇരിക്കുന്നു, മീൽസ് 100, ടിഫിൻ 500. അപ്പോൾ നമ്മൾ മീൽസ് കഴിക്കുവാന്നേ. പപ്പടം എല്ലാം ഉണ്ട്. 100 രൂപയാണ് റേറ്റ്. ഇങ്ങനെ നടന്ന് നമ്മൾ ത്രിവേണി സംഗമം ഉള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് ത്രിവേണി സംഗമം ഉള്ളത്. ഇത് കൊടിയെല്ലാം കുത്തി വെച്ചേക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ സ്ഥലം കന്യാകുമാരി ദേവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ കുളിക്കുന്നത് പാപസ്നാനമാണെന്ന് കരുതപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പൂർണ്ണമായിട്ടും കല്ലുകൾ കൊണ്ടാണ് ഈ പീഠം ചെയ്തേക്കുന്നത്. ഈ കല്ലിൽ ഒരുപാട് ചിത്രങ്ങളെല്ലാം കൊത്തി വച്ചിട്ടുണ്ട്. ഈ ഭാഗത്തും ഇറങ്ങി കുളിക്കാനെല്ലാം പറ്റും കേട്ടോ. സ്റ്റെപ്പെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വീൽ ചെയർ എല്ലാം കൊടുക്കുന്ന സ്ഥലമാണ്. ഇത് നല്ലൊരു ഉപകാരമാണ്. കാരണം ഒരുപാട് ആൾക്കാരെല്ലാം വീൽ ചെയറിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഗാന്ധി മണ്ഡപം ഉള്ളത്. ഒരു പ്രത്യേക തരം ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഒരു നിർമ്മിതി തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ട് പാർക്കെല്ലാം ഉണ്ട്. ഈ സമയത്ത് വലിയ ആൾക്കാരൊന്നും കാണാനില്ല, എന്നാലും 1-2 പേർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതെവിടെയും ചെരുപ്പെല്ലാം ഊരി വെക്കണേ. ഇതിൻ്റെ മതിലെല്ലാം കണ്ടില്ലേ, ഒരുപാട് ചിത്രങ്ങളെല്ലാം വരച്ച് വെച്ചേക്കുന്നത്. പോർബന്ദർ 1869, പിന്നെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ ഇതിലെല്ലാം വരച്ച് വെച്ചേക്കുന്നത്.
ഇതിവിടെ ഗാന്ധിജിയുടെ ഡീറ്റെയിൽസ് എല്ലാം കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിനകത്ത് ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ബുക്കെല്ലാം വെച്ചിട്ടുണ്ട്. 1948 മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അത് സൂക്ഷിച്ചിരുന്ന സ്ഥലമാണത്. ഇവിടെയും ഓരോ സൈഡിലായിട്ട് ഗാന്ധിജിയുടെ പഴയ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്ന് ഇതേ ആ സ്ഥലത്തോട്ട് സൂര്യപ്രകാശം അടിക്കും കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇതിന് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം കാണാൻ. ഈ പാർക്കിൽ കണ്ടില്ലേ ഒരു ശംഖെല്ലാം വെച്ചേക്കുന്നത്? ഇത് ഒറ്റ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ ശംഖാണ് കേട്ടോ. ഇതിന് ചുറ്റും ടൈലെല്ലാം ഇട്ടിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വലുപ്പമുണ്ട് ഇത് കാണാൻ. ദേ ഇവിടെ ഇന്ത്യൻ ഫ്ലാഗെല്ലാം കയ്യിലേന്തിക്കൊണ്ട് ഒരു ദേവിയുടെ സ്റ്റാച്ചു എല്ലാം ഉണ്ട്. കൊള്ളാം അത്. ഈ പാർക്കിൽ തന്നെ ഗാന്ധിജി ഇരിക്കുന്ന ഒരു പ്രതിമയെല്ലാം ഉണ്ട്. ഇതെവിടെ കണ്ടില്ലേ പലതരം കണ്ണാടികളാണ് കേട്ടോ. ഇതെല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ കടൽ ജീവികളുടെ ഷെല്ലിൽ നിന്നാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതെല്ലാം കാണാൻ. ഇതിവിടെ ഒരു ടാറ്റു സ്റ്റുഡിയോ എല്ലാം ഉണ്ട്. ഒരുപാട് ചിത്രങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതേപ്പുറത്ത് സ്പൈസസിൻ്റെ എല്ലാം കടയാണ്. കുരുമുളകെല്ലാം ഉണ്ട് ഇവിടെ. ഇത് ചെറിയൊരു ഷീറ്റെല്ലാം വിരിച്ചൊരു കടയാണ്. ഇവിടെ ഡ്രസ്സെല്ലാം ഉണ്ട്. ബാഗെല്ലാം കൂട്ടിയിട്ടേക്കുന്നുണ്ട് ഇവിടെ. ടാറ്റു സ്റ്റുഡിയോ ആണ്. വീണ്ടും ഒരു ടാറ്റു സ്റ്റുഡിയോ ആണ്. ഇവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ ടാറ്റു അടിക്കുന്ന സ്ഥലങ്ങളെല്ലാം. ഇന്നലെ നമുക്ക് ശരിക്കും സൺസെറ്റ് കാണാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പോയി നോക്കാം. ഈ വണ്ടിയിൽ ഇങ്ങോട്ട് വരാൻ 20 രൂപ തന്നെയാണ് കേട്ടോ ടിക്കറ്റ് ആയത്. ഇന്നും അത്യാവശ്യം ആൾക്കാരെല്ലാം ഉണ്ട് കേട്ടോ. സൂര്യനെ ഇപ്പോൾ കാണാനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താ അവസ്ഥയെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ ഇന്നും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. ചെറുതായിട്ട് കാണുന്നുള്ളൂ. ഇതേവിടെ ഒരുപാട് ശംഖുകളെല്ലാം കിടക്കുന്നത്. ഇതേ ശംഖിൽ കണ്ടോ കന്യാകുമാരി എന്നൊക്കെ എഴുതി വെച്ച് ചിത്രങ്ങളെല്ലാം വരച്ച് വെച്ചേക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാം. വേറെ ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ. പലതരത്തിലുള്ള ശംഖുകൾ തന്നെ ഉണ്ട് കേട്ടോ. ഇത് മണലാണ്. 3 കടലിൻ്റെയും മണലുകളാണ് കേട്ടോ. കൂടെ വേറെയും കടൽ ജീവികളുടെ ഷെല്ലെല്ലാം ഉണ്ട്. കൊള്ളാം. അപ്പോൾ ഇന്നും നമ്മൾ ഇവിടുന്ന് ഒരു ഫിഷ് ഫ്രൈ ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ ഭഗവതി അമ്മൻ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റ് ഷോ എല്ലാം ഉണ്ട് കേട്ടോ. 7 മണി മുതൽ 9 മണി വരെ ലൈറ്റ് ഷോ ഉണ്ട് റോക്സിൽ. നല്ല രസമുണ്ട് അതിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ. ഇപ്പോൾ ഇവിടെ നിന്നും ഏകദേശം 500 മീറ്ററാണ് കേട്ടോ അങ്ങോട്ട് നീളമുള്ളത്. ആദ്യമൊക്കെ ഈ തിരുവള്ളുവർ സ്റ്റാച്ചുവിലും ലൈറ്റുകളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ പാലത്തിൽ മാത്രമുള്ള ലൈറ്റ് കത്തുന്നത് കാണുന്നത്. കഴിക്കാൻ
പാർസൽ ഫുഡെല്ലാം മേടിച്ചിട്ടുണ്ട്. 3 ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും മേടിച്ചത് 140 രൂപയായത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിക്കണം, മാക്സിമം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.